ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പം വേഗം തന്നെ താഴേക്ക് പോയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം. ഇന്ന് പാറൂസിന് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ല കേട്ടോ. നമ്മുടെ പാറൂസിന് ഒട്ടും വയ്യ. ഹായ് എടുക്കാൻ പറ്റുമോ? ഞാൻ എന്ന് ഡേ മൈ ലൈഫ് എടുക്കുകയാണെങ്കിലും അന്ന് നമ്മുടെ പാറൂട്ടൻ വയ്യാണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പാറൂസിന് വയ്യാതിരിക്കുകയായിരിക്കും. അപ്പം ഇന്നലെ മിഞ്ഞാന്ന് തൊട്ട് ഒരു പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാക്കും. മിഞ്ഞാന്ന് തുടങ്ങിയ പനിയാണ്. ഇന്നലെ നല്ല പനിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി കുറേ നാളെ വിചാരിച്ചത്. പക്ഷേ ഇത് ഇന്ന് സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കണ്ണാ ഡോക്ടറെ അടുത്ത് പോവാട്ടാ. അപ്പം നമ്മുടെ ഒരു ഡേ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ ഡേ മൈ ലൈഫ് എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് നാളായി ഡേ മൈ ലൈഫ് എടുത്തിട്ട്. ഒരു 1-2 മാസമായി തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ആഗ്രഹം ഡേ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിള്ളേർപ്പട താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ്റെ അപ്പുറത്തുണ്ട്. നന്നു എവിടെ കുറവ്? നന്നു 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 അങ്ങനെ തന്നെ. ആര് കാശി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വെള്ളയപ്പമാണ് കേട്ടോ. വെള്ളയപ്പം നമ്മളൊരു 2 മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ കൂട്ടി വയ്ക്കും. അതായത് ഇൻസ്റ്റൻ്റാണ്. പിന്നെ വെള്ളയപ്പത്തിന് നമ്മളുടെ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി കറി വെക്കില്ല, ഇങ്ങനെ ഇങ്ങനെ ചാറ് കറി പോലെ അത് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കൊള്ളി കുത്തി കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കും അമ്മയ്ക്കും കുടിക്കാനുള്ള മറ്റേ നമ്മുടെ ചിയാ സീഡൊക്കെ ഇട്ടിട്ടുള്ളൊരു വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊള്ളി പുഴുങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പക്ഷെ നമ്മുടെ നാടൻ കൊള്ളിയായി ഇങ്ങനെ ഭയങ്കര വണ്ണം കുറഞ്ഞ പോലത്തെ കൊള്ളികളായിരുന്നു. എന്താ പറയുക, എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അച്ഛൻ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കാശിക്കുട്ടൻ അവിടെ ചായ കൊടുക്കുകയാണ്. പാറിട്ടത് ഇങ്ങനെ പുതച്ച് മൂടി കെടുക്കുകയാണ് കേട്ടോ. പാറിന് റൂമിലൊന്നും കെടുത്താണ്ടാണ്. കാരണം ഉണ്ണികളായിട്ട് ഭയങ്കരമായിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ മോളുടെ അടുത്തേക്ക് എപ്പോഴും കണ്ണെത്തൂല. അപ്പോൾ അതുകൊണ്ട് പാറുവിനെ അവിടെ കെടുത്തിരിക്കുന്നതാണ്. ഉണ്ണികളെ മാക്സിമം അടുപ്പിക്കാണ്ട് നോക്കും. പക്ഷേ 3 പേരും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവളിങ്ങനെ കെടുന്ന് കാണുമ്പോൾ അവരെടുത്തൊക്കെ ചെല്ലും. റൂമിലേക്കാണെങ്കിൽ അവളെ മാറ്റാനും പറ്റില്ല, അതാണ്. അപ്പോൾ അടുക്കളയിൽ ദേ ഇവിടെ നമ്മുടെ കാച്ചാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കൊള്ളി നന്നായിട്ടിങ്ങനെ നമ്മളിങ്ങനെ കറിയൊക്കെ വെക്കില്ലേ, അതായത് ഉരുളക്കിഴങ്ങ് കറി വെക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളയപ്പത്തിനുള്ള കറിയൊക്കെ വെക്കുന്ന അതേപോലെ തന്നെ നമ്മൾ കൊള്ളി വെക്കും. കൊള്ളി വെക്കുമ്പോൾ ഈ കൊള്ളി അതിങ്ങനെ ചിലത് നന്നായിട്ട് വെന്തുടഞ്ഞതുണ്ടായിരുന്നു, ചിലത് അങ്ങനെ വെവാത്ത പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിക്കാൻ പോവാണ്. ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഈ ഒരു കറിയൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയത് ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ. പിന്നെ പുട്ടുണ്ടല്ലോ, പുട്ടിൻ്റെ കൂടെ അത് കഴിക്കും. പക്ഷേ കൊള്ളി നല്ല കൊള്ളിയായിരിക്കണം, അതായത് പുട്ട് പോലത്തെ കൊള്ളിയായിരിക്കണം, നമ്മൾ നന്നായിട്ട് വെന്തുടഞ്ഞിരിക്കുന്ന കൊള്ളിയായിരിക്കണം. അപ്പോൾ അവിടെ ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളയപ്പം ചുട്ടുകൊണ്ടിരിക്കുക. ഉണ്ണികൾക്കൊക്കെ വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പാറു ഭക്ഷണം ഒട്ടും കഴിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസമായി പനി തുടങ്ങിയിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞ സാധനമേ കുട്ടി കഴിക്കണില്ല കേട്ടോ. നമ്മുടെ വെള്ളയപ്പം നല്ല വെള്ളയപ്പമായിട്ടൊക്കെ ഇട്ടത് നമ്മളിവിടെ തലേദിവസം അരച്ച് വെക്കില്ല, അങ്ങനെ ഇതുവരെ വെച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഞാനിവിടേക്ക് വന്നേ പിന്നെ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന വെള്ളയപ്പം ഫുൾ ഇങ്ങനത്തെ വെള്ളയപ്പങ്ങളാണ്. പുറത്ത് നല്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ 3 പേരും നമ്മുടെ ആ വഴിക്ക് പോകും. അവർക്ക് ഒരു പേടിയില്ല. ഇപ്പം നമുക്ക് ഫ്രണ്ടിലൊരു ഗേറ്റ് വെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഫ്രണ്ടിലത്തെ കുറേ വീടുകളിലത്തെ ചേച്ചിമാരൊക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് കൂടിയാണ് മെയിൻ റോഡ്, അപ്പുറത്തെ മെയിൻ റോഡിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗേറ്റ് വെച്ച് അടയ്ക്കുന്നത് പോസിബിൾ അല്ല. ഇനി ഞങ്ങളുടെ ഫുഡ് കൊടുക്കൽ ടൈമാണ്. ഇപ്പോൾ വെള്ളയപ്പം ആയതുകൊണ്ട് കാശിക്കുട്ടൻ ഇങ്ങനെ പ്ലേറ്റ് വെച്ച് കൊടുത്താൽ കാശിക്കുട്ടൻ്റെ അടുത്ത് കഴിച്ചോളും. പിന്നെ കറി കൊള്ളിക്കിഴങ്ങാണ്, കൊള്ളി ഇഷ്ടമാണ് അത്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ മതി, കഴിച്ചോളും. ചേച്ചിയമ്മയ്ക്ക് കൊടുക്കേണ്ട കാര്യമാണ് ഇത്തിരി സീൻ. ഒന്നാമത് ഭക്ഷണം കഴിക്കൽ ഭയങ്കര മടിയാണ്. അതിൻ്റെ കൂടെ വയ്യാണ്ടും കൂടെ ആയപ്പോൾ ഒട്ടും കഴിക്കില്ല. അവിടെ തലയാട്ടിക്കൊണ്ടിരിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാശിക്ക് കൊടുക്കണം. അല്ലൂസിനുള്ള പാപ്പണത്. 3 മുറ്റത്ത് ഭയങ്കര കളിയിലാണ്. അപ്പോൾ
ഇത് കൊടുക്കണേക്കാൾ മുമ്പ് എനിക്ക് എൻ്റെ ഡ്രിങ്ക് കുടിക്കണം. ഞാൻ ഇച്ചിരി ലേറ്റാണ്, ശരിക്കും പറഞ്ഞാൽ 6 മണിക്ക് കഴിക്കേണ്ട ഡ്രിങ്കാണ്. എനിക്ക് ഡയറ്റ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റ് ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്, കൈ കഴുകണ്ടേ? കൈ കഴുകണ്ടേ? കൈ നോക്കട്ടെ, കൈ നോക്കട്ടെ. കൈ മപ്പിച്ചില്ലേ? എവിടെ? അവിടെ ഇരിക്കവാ, കൈ വാഷ് ചെയ്തിട്ട് വരവാ. കയ്യിൽ അപ്പിച്ചിണ്ട്, കൈ വാഷ് ചെയ്തിട്ട് വരാം. വാടാ. എന്തൊക്കെ അക്ഷരമാണ് കാണുന്നത്. അപ്പിട്ടിട്ടുണ്ടാ? എന്തുവാടാ? ഞങ്ങളുടെ വീട്ടില് സർക്കസുകാരനാണ് ഇവൻ. കേറാത്ത മരങ്ങളില്ല. ഈ വീട്ടിൽ കയറാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ഇവൻ ഓരോന്ന് ചെയ്യും. ഇവനെ 2 പിള്ളേരെ പഠിപ്പിക്കും. കണ്ടോ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഒരു ഫോൺ കണ്ടപ്പോ ഒരു കാണിക്കുന്നത്. കൈ നിറച്ച് ചെളിയ. കൈ നോക്കട്ടെ, കാശിക്കുട്ടിന്റെ കൈ നോക്കട്ടെ. ആ പാപ്പൻ തരാം കൈയൊക്കെ വാഷ് ചെയ്തിട്ട്. കൈ രാവിലെ തന്നെ കുടിക്കേണ്ട വെള്ളമാണ് കേട്ടോ നമ്മൾ കുടിക്കുന്നത് ഇപ്പോഴാണ്. ഞാനിപ്പോൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ എന്നെ ലീഡ് ചെയ്യുന്ന കുട്ടി പറയും, എടാ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കണം, എന്നിട്ട് വേണം നമ്മൾ ഓക്കെ ഇരുന്നാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ശരിയായ രീതിയിൽ നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താണ് ആവശ്യം? ഇപ്പോൾ എനിക്കൊരു ഫിറ്റ്നസ്സാണ് ആവശ്യമെങ്കിൽ ഞാൻ അതിന് വേണ്ടി കിടന്ന് പ്രയത്നം ചെയ്തേ പറ്റൂ. അല്ലാതെ കുട്ടികളെല്ലാ കാര്യവും എല്ലാം കഴിഞ്ഞിരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ത്രാണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. കുറേയൊക്കെ അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യെങ്കിലും പിന്നെ പഴയ പോലെയൊക്കെ ആവും. അങ്ങനെയാണ് സത്യം. അപ്പോൾ ഇവൻ കഴിക്കാണ്ടായപ്പോൾ പൊണ്ണമ്മായി കൊടുക്കണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കാശി പിന്നെ ഫുഡ് കഴിക്കുന്നതിന് വലിയ കുഴപ്പമില്ലാത്ത കാരണം ആരുടെ അടുത്തായാലും കഴിക്കാൻ വേണ്ടി ഇരുന്നോളും. പിന്നെ പാറുവിന് മരുന്ന് കഴിക്കാനും വേണ്ടി ഇപ്രാവശ്യം പനി വന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. ഒരു കാര്യം കൂട്ടാക്കണ്ടല്ലോ, മരുന്നുണ്ടൊക്കെ. അല്ലെങ്കിൽ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ മരുന്നൊക്കെ കഴിക്കും. പക്ഷെ ഇപ്രാവശ്യം അതും പറ്റുന്നുണ്ടായില്ല. അപ്പം ഇപ്പം ഞാനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾ പറയും വേണ്ട, എനിക്ക് ആരാണ് അവിടെ എടുത്തില്ലാത്ത ആൾ കൊടുക്കണം എന്ന് പറയും. അപ്പം അമ്മ അടുക്കളയിലായിരുന്നു, അച്ഛമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് കൊടുക്കുന്നത് കേട്ടോ. അമ്മ എങ്ങനെ കൊടുപ്പിക്കുകയെന്ന് വെച്ചാൽ മൂക്ക് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് വായ കൂടെ ശ്വാസം വിടും, അതിന് മരുന്നിൻ്റെ ഒരു സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അമ്മ മരുന്ന് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലായിടത്തും ഈ പനി ഉണ്ട്. ആശുപത്രിയിലൊക്കെ ഭയങ്കര തിരക്കാന്നാണ് പറയണത്. കാരണം ഈ ഒരു വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ട്. ഈ വൈറൽ ഫീവറിന് ഭയങ്കര ശരീരം വേദനയും ഭയങ്കര തലവേദനയാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാം. ഉണ്ണികൾക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് വരരുതേ എന്നാണ് പ്രാർത്ഥന. പക്ഷെ പാറു കൊണ്ടുവന്നാൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കും. അതിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവന്മാരിവിടെ ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ 3 പേരും കുളിപ്പിച്ചു അല്ലേ. ആശുപത്രിക്ക് തന്നെയല്ലേ കണ്ണൊക്കെ വാരിയിട്ട് കണ്ണെഴുതി. ഹായ് നന്നു. ആരാ നന്നു? കാശിനെ നോക്കണം, തല്ലുടരുത്. കാശിക്കുട്ടനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോണത്. കാരണം കാശീനെ എടുത്ത് എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ കൂടെ വരുന്ന ആൾക്ക് ഭയങ്കര വാശിയായിരുന്നു. അല്ലെങ്കിൽ ഏട്ടൻ മാത്രം പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശീനെ എല്ലാം റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറക്കാൻ ഞാൻ നോക്കി. പക്ഷെ അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അവനിങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. പാറൂസിനെ കീത്തു റെഡി ആക്കുന്നുണ്ട്. ഇവിടെ സെറ്റാക്കിയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നെ എനിക്കൊരു ആശ്വാസം, ഇവന് വാശി ഉറങ്ങണ നേരത്താണ്. ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് ഒരു വാശിയുള്ളത് കേട്ടോ. പാറുട്ടൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പാറുവിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ക്രാഫ്റ്റിക്ക് വരാൻ. കാരണം വേറെ ഒന്നുമില്ല, ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൾക്കറിയാം ഇങ്ങനെ പനിയൊക്കെ വന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, കുത്തി വയ്ക്കുന്നൊക്കെ. അപ്പോൾ നമ്മൾ അന്നപൂർണേശ്വരി ഡോക്ടറാണ് കാണാനിരിക്കുന്നത് കേട്ടോ, അന്നപൂർണ്ണ ഡോക്ടറെ. അപ്പോൾ അതിന് വേണ്ടി ഒരു കെടുപ്പും വയ്യായൊക്കെ ആയിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ പറഞ്ഞു ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതേ കാഷ്വാലിറ്റി കേട്ടിട്ടുണ്ട്. ഭയങ്കര കോടാലിയായിരുന്നു കേട്ടോ. കരച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റി പാറു ഇറക്കി മറിച്ചു. ഞാനല്ലേ കുത്തിയത്? അച്ഛനാ കുത്തിയത്. സിസ്റ്റർമാർ നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാർട്ടിനൊന്നും കഴിച്ചിട്ടില്ല, നേരായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പം വിഷമത്തിലാണ് ആള്.
റിസൾട്ട് കാണിക്കാൻ വേണ്ടി മാത്രം. ഒറ്റ വലിക്ക് 1 2 3 അത് ആദ്യം വന്ന ബ്ലഡിന്റെ അങ്ങോട്ട് കൈ അങ്ങോട്ട് വലിക്കാം, ശ്രദ്ധിക്കാം. അങ്ങനെ പോയില്ലേ പാറു? പക്ഷെ പാറു സ്ട്രോങ് കേളായിരുന്നു, കുറച്ച് കരഞ്ഞുള്ളൂ. നമ്മളറിയാത്തവര് വന്നു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ ഇരിക്കാൻ പറ്റും, അപ്പുറത്തും സീറ്റ് ഉണ്ടല്ലോ. രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ദോശ കിട്ടിയില്ല. അപ്പോൾ അതേ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, അപ്പോൾ അതെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വെച്ചാൽ അത് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടിയായിരുന്നു. ബ്ലഡ് റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, ബ്ലഡിലൊക്കെ ഓക്കെയാണ്, നന്നായിട്ട് വെള്ളം കൊടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങി ഹോസ്പിറ്റലിലൊക്കെ പോയി. എങ്ങനെയുണ്ടായിരുന്നു പാറു ക്രാഫ്റ്റിൽ പോയിട്ട്? എന്തേ? ഇഞ്ചക്ഷൻ വെച്ചതല്ല, ബ്ലഡ് എടുത്തു അല്ലേ? ഇപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബ്ലഡിലൊക്കെ നോർമലാണ്. ആന്റിബയോട്ടിക് തന്നിട്ടുണ്ട്. യൂറിനിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ആ വെള്ളം കുടി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, സ്കൂളിൽ പോയ ഒട്ടുമില്ല. ടീച്ചറും പറയും ആളോട്, പക്ഷെ കൊണ്ടുപോണ വെള്ളം അതേപടി കൊണ്ടുവരും. അപ്പൊ വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാശി കീത്ത് ഇങ്ങനെ എടുത്ത് പിടിച്ച് ഉറങ്ങിയിട്ട് തോളി കിടന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാശിക്കൊരു പ്രശ്നമുണ്ട്, കാശിനെ ഉറക്കിയിട്ട് കെടുത്തി കഴിഞ്ഞാൽ അവൻ അപ്പനിക്കും. അതായത് നമുക്ക് ഉറക്കി ഇങ്ങനെ കൊണ്ട് കിടത്താവുന്ന പരിവൊന്നുമല്ല. അങ്ങനെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ അവനിങ്ങനെ ഫീഡ് ചെയ്ത് തന്നെ കിടക്കണം. അപ്പൊ അവള് കെടുത്താണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. കാശിനെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്, നമ്മൾ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ. അവന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വേണം, അല്ലെങ്കിൽ അവൻ അമ്പിനും വലിയ നടക്കില്ല, ശരിക്കും ഇങ്ങനെ വില്ല് പോലെ നിൽക്കും. ഭയങ്കര കരച്ചിലായിരിക്കും, കരയുമ്പോൾ ശ്വാസം പോകും, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവനോട് ഓക്കെയാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ സിജമ്മേൻ്റെ അടുത്തേക്കൊന്ന് കയറണം. കുറച്ച് സാധനങ്ങൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് മേടിക്കാനുണ്ട്. അപ്പം അമ്മ കൊടുങ്ങല്ലൂർ ഇവിടെ മണപ്പുറത്തുണ്ട്. എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ അമ്മ എന്താ വരയ്ക്കണമെന്ന്. അമ്മ മണപ്പുറത്ത് സ്റ്റാഫാണ്, അപ്പോൾ അങ്ങോട്ട് പോകണം. പറ സിജമ്മേനെ കാണാൻ പോലെ പെട്രോൾ അടിക്കട്ടെ കേട്ടോ. സിജമ്മയുടെ ഓഫീസ് എത്തി. പൊന്ന് ഉറങ്ങിയ അമ്മയുടെ ഓഫീസ്. അപ്പോൾ അമ്മയുടെ ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ കൊടുങ്ങല്ലൂർ തന്നെയാണ് ഇപ്പം അമ്മ വർക്ക് ചെയ്യണം. അപ്പോൾ നേരെ പോയി. പക്ഷേ കണ്ടോ മോറിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ എനിക്ക് അമ്മയുടെ ഒച്ച കേൾക്കാം പുറത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് സിജമ്മയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പൊന്നു എന്നൊക്കെ പറഞ്ഞു. അമ്മ ആണെങ്കിൽ പാറിനെ കണ്ടപ്പോഴും യോ ക്ലാവാക കോലം കെട്ടു, ക്ഷീണിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ നമ്മൾ ഡേറ്റ്സ് നട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അജ്ഫാനിൽ കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാറുള്ളത്. പിന്നെ പാറൂസിന് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവളെ മൂഡ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മിഠായി. പിന്നെ ചേട്ടൻ എനിക്ക് ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സീഡ്സ്, മിക്സഡ് സീഡ്സ്. ഞാനൊരു ആ സാധനം എന്താ വരാത്തപ്പോ? അതായത് ആ ഫ്ലേവർ ഇല്ല. ഇങ്ങോട്ട് കേക്കിടല്ലേ കുറച്ചും കൂടെ. അമ്മയ്ക്ക് ആ കിട്ടുന്ന ആ സാധനം തന്നെ
ഞാൻ വന്ന് കയറിയപ്പോൾ കീത്ത് ഇങ്ങനെ കെടുപ്പാട്ട. ഒരു 1.5 മണിക്കൂർ മുമ്പ് കീത്ത് തന്നെ വിളിച്ചപ്പോൾ അവൾ ഇങ്ങനെ ഇരുത്തി ചോറ് കഴിക്കുകയായിരുന്നു. കാശിനെ ഞാൻ പറഞ്ഞല്ലോ, കാശിനെ കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശി എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വില്ലാവും, ശരിക്കും വില്ലാവും. അവനെ പാല് കുടിക്കന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് അവൾ ഇറക്കാണ്ട് ഇങ്ങനെ അവളെ ഒരു സൈഡൊക്കെ ഒടിഞ്ഞു എന്ന് പറയാണ്. കാരണം ആ കെടുത്തി അപ്പോൾ ഉറക്കത്തിന് എണീറ്റപ്പോൾ നമ്മൾ മറ്റേ മിക്സഡ് സീഡ്സ് മേടിച്ചത് കൊടുത്തുട്ട് അവന്മാർക്ക്. അപ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് നിനക്ക് ഇപ്പുറത്തെ പ്ലേറ്റിൽ ഡാ കാശിനോ മോനതെടുത്ത് കഴിച്ചു. കാശിയുടെ മെയിൻ ഹോബിയാണ് ഇപ്പുറത്തെ പ്ലേറ്റിൽ നിന്നെടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് ഇടല്. അപ്പം അവൻ എന്ത് കഴിക്കുമോടാ കാശി? അവനെന്ത് കഴിക്കും? കൊടുക്ക അവന്, കാശി അവന് കൊടുക്ക്. കാശിക്കുട്ട നീ നിന്റെ പാത്രത്തിലുള്ളത് കഴിക്കി, എന്നിട്ട് നിനക്ക് അവന്റെ പാത്രത്തിൽ എടുക്ക. അയിനു നിന്റെ പാത്രത്തിലുള്ളത് കഴിച്ചേ. ഇതെന്ത് സോഫയിൽ കാണുന്നത്? ഇതെന്ത് കാണുന്നത്? അതൊക്കെ എടുത്ത് പറക്കി പ്ലേറ്റിലിട്ട്. സോഫയിലുള്ളതൊക്കെ എടുത്ത് പ്ലേറ്റിലിട്. പ്ലേറ്റിലേക്ക് ഇടല്ല, അത് എല്ലാം പറക്കി പ്ലേറ്റിലിട്. സോഫയിലുള്ളത് ഇവിടെ തല്ലിവിടരുത് കേട്ടാ. കാശിക്കുട്ട, കാശി വീണ്ടും ഇട്ട്. ടീ ചേട്ടന് വേണ്ടി അനിയത്തിയുടെ വക സ്പെഷ്യൽ ഗ്രീൻ ടീ ആൻഡ് പാൽ ചായ ഫോർ കുട്ടച്ചൻ, നിഖിൽ ആൻഡ് മൊബൈൽ വാങ്ങിക്കാൻ തരാൻ വന്ന ചേട്ടൻ. കാപ്പി എടുക്കിത്തു എവിടെ? അയ്യോ, ഈ കാപ്പി ആയിരുന്നോ? പിന്നെ പാൽ കാപ്പി തന്നെ വേണം. പാലിനിടെ തീർന്ന പാല് എന്താ പറ്റിയേ? അയില്ലോ കൊടുക്കത്. ഒരു പ്ലേറ്റ് തീപ്പിക്കുന്നത് ഞങ്ങളുടെ പൂക്കളൊക്കെ അതേ ഇങ്ങനെ കൊല വീണൊടിഞ്ഞ്. അതായത് ഇതിൻ്റെ വെയിറ്റ്, പൂവിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ ഒടിഞ്ഞ് കിടുക. കണ്ടോ, എല്ലാം അത് ഒടിഞ്ഞ് ഇവിടെയും ഒരു കുന്ന് നല്ല വലിയ പൂവായിരുന്നു കേട്ടോ. എല്ലാ പൂക്കളും ഭയങ്കര വലിയ പൂക്കളായിരുന്നു. കണ്ടത് ഭംഗിയാണ്. പക്ഷെ വെയിറ്റ് കാരണം എല്ലാതും ഒടിഞ്ഞ് കിടക്കുക. നിങ്ങൾ കണ്ടോ, ഇവിടെ ഒക്കെ ഇതൊക്കെ ഒടിഞ്ഞ് കിടക്കുക. ഒടിഞ്ഞ് കിടക്കുകയാണ് എല്ലാം. അത് ഒടിഞ്ഞു പോയി. തീ മിന്നൽ തിളങ്ങി. ബൈ ബൈ. അല്ല മോനിപ്പോ വീഴാൻ വേണ്ട, അതിനിപ്പോ വീഴും. അതിനൂന എനിക്ക് ബാക്കിരിക്കാൻ ഇഷ്ടം, അന്നാലും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഫ്രണ്ട് ഇരിക്കില്ലേ? സ്ഥലം വിട്ടില്ല. ബൈ 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 ബൈ. എപ്പോഴും പിടിച്ചിരിക്കണ കാല് പിടിച്ചിരിക്കണ കാല് ഇരിക്കണ കാശി മഴയ്ക്കുന്ന എന്ത് പറ്റി? കൊതിപ്പിച്ച് കളഞ്ഞ് കടന്ന് കളഞ്ഞില്ല. ഇവര് കുറച്ച് കഴിയുമ്പോൾ ഇവരെ കൊണ്ട് വീഗാലൻഡിൽ പോകണം. അതിന് പിന്നെ ആദ്യം വിലയിൽ പോയിട്ടുണ്ടാവും. കാശ് എൻജോയ് ചെയ്യും. കണ്ടോ, ഇതാണ് വാവ് ഏട്ടാ തേടാട്ടാ. പിന്നെ തിന്നോക്കട പൊടിയടിച്ച്
സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. മസിലൊക്കെ വരും, കാശിക്ക് മസിലൊക്കെ വരും. പറ്റുന്നില്ലയോ? എടാ ഉണ്ടി തരട്ടെ ബാക്കിന് സപ്പോർട്ട്. സിമ്പിൾ കണ്ടോ, ഇങ്ങനെയല്ലേ ചെയ്യാ? കണ്ടോ കാണിക്കുന്നു നോക്കി. വലിയ കാണിക്കണുണ്ട അവര്, കുറുമ്പ് കാണിക്കണുണ്ട. ഞാൻ പോയിട്ട് വരാട്ടാ. ഇത് എടുത്തിട്ട് നിന്ന. പക്ഷെ അത് ഇഷ്ടല്ല, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കത് ഇഷ്ടല്ല. മറ്റേ വണ്ടി എടുക്കായിരുന്നു. കാശിന്ന് വിളിക്ക്. കാശി വരാൻ പറ. ചേട്ടനല്ല കാശിന്ന് വിളിക്കുന്നു. കാശിന കാശി വാന്ന് പറ. ഞാനും പോട്ടെ. ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മളെ വീട്ടിലെ വൈകുന്നേരത്തെ ചെറിയൊരു അംഗംവെട്ടാണ്. ഇതൊന്നല്ല, അടി ഇടി കടി ബഹളമായാണ്. അപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. രാവിലെ ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്ന് കഴിച്ചിട്ടാണ് പോയത്. പിന്നെ എനിക്ക് അതിൻ്റെ ഡോസ് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വയറുവേദനയായി. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെയൊന്നും എടുക്കാനൊന്നും പറ്റൂല ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ മേളങ്ങൾ. നമുക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞ് കുറേ നേരം ഒന്നും എടുക്കാനോ നമ്മുടെ കാര്യം അങ്ങനെയൊന്നും പറ്റൂല. അവരുടെ കാര്യം നമ്മൾ നമ്മുടെ വേദന മറക്കും. അതന്നെ. അപ്പം ഇവിടെ വേറെ പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ണ് തെറ്റിയ പച്ചമുളക് പൊട്ടിക്കലാണ് പണി. നന്നു എന്താ ചെയ്യുന്നത് രണ്ടാളും? അല്ലു ഇവരൊക്കെ എന്താ ചെയ്യുന്നേ? നോ പറഞ്ഞേ. ഇതെന്താണത്? ഇതെന്താണിത്? JCB ഇത് എല്ലാം മണ്ണ് ശേഖരിച്ചടക്കണ. മണ്ണ് പറഞ്ഞേ. മണ്ണ് പറഞ്ഞേ. മണ്ണ് പറഞ്ഞേ. എന്തുട്ടിടണ കാശി ഇതില്? എന്തുട്ടിടണത്? അതെന്തുട്ടത്? പറ. അതെന്തുട്ടണ? പോടാ. എല്ലാത്തിനും വാരിയെടുത്ത് അകത്തേക്ക് കയറ്റിയിട്ടാണ്. ഇനി മേല് കഴിക്കേണ്ട ഒരു വലിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് മേല് കഴിക്കാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ടടാ അയ്യോ ഒന്നൊക്കെ എടുക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ഇവരെ ശ്രദ്ധിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ സോഫയിൽ വന്ന് കിടക്കുക. ഇവർ കാണിക്കുന്നത് നമുക്ക് കാണാമല്ലോ. പക്ഷെ നമ്മളിട്ട് അങ്ങോട്ട് തിരുമ്മി കൂട്ടി ഉടച്ചെടുക്കും. പിന്നെ ഇവർ നല്ല കളിയാണ്. പക്ഷെ കളി നോക്കണ്ട, 3 പേരും അടിയോട് അടിയായിരിക്കും. ഒരാളൊന്ന് തോണ്ടിപ്പോയാൽ മറ്റാൾക്ക് തിരിച്ച് തല്ലാണ്ട് പറ്റില്ല. അതിനുവാണെങ്കിൽ വീട്ടിലത്തെ മെയിൻ കടിയനാണ്. അതിനുകൊണ്ടൊക്കെ നല്ല കടി കിട്ടും. കടി കിട്ടുന്ന മെയിൻ ആശാന്തി ഇവനും അല്ലു 2 പേർക്ക് നല്ലോണം കടി കിട്ടും കേട്ടോ. പരിപ്പോടൊക്കെ ഉണ്ടാക്കിയേക്കും പുറത്തൊക്കെ. അങ്ങനെയാണ്. ഇവനാണെങ്കിൽ ഇപ്പോൾ പാറൂസ് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഞാൻ പക്ഷെ പാറൂൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുകയില്ല കേട്ടോ. അവൾ ഉപദ്രവിക്കാൻ ഞാനൊരു വഴി കൊടുക്കാറില്ല. ഇങ്ങോരപ്പോൾ ഈ വഴിയിൽ നിന്ന് തുടങ്ങുകയാണ്. എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യുക. പിന്നെ കണ്ണി കുത്തുക മെയിനായിട്ടുള്ള പണികൾ. ഇപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ണി വന്ന് കുത്തും, കടിക്കും. കാശിയാണെങ്കിൽ അവർ ഉന്തിടും. അല്ലു ഇങ്ങനെ തല്ലും. ആരാണ് കരയണ ആളെ പിടിച്ച് ഒന്നും കൂടെ തല്ലും. അയ്യോ യുദ്ധമാണ്. ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കും. അങ്ങനെയാണ് ശരി. മെയിൻ സത്യമായിട്ട് പറയാം ഗൈസ്. എല്ലാവരും പറയാം എങ്ങനെയാണ് മക്കളാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സാധനമായിരുന്നു മൈക്ക് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ മൈക്കിൻ്റെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. നമുക്കൊരു ബിഗ് സെയിൽ ഓഫർ നടക്കുന്നുണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ മൈക്ക് മേടിച്ചിട്ടോ. നമ്മളിപ്പോൾ അത് ഞാൻ നിഖിലിനോട് പറഞ്ഞിട്ട് മേടിപ്പിച്ചാണ്. എന്നോട് ഏട്ടൻ കുറേ നാളായി നമ്മുടെ മിസ്റ്റർ ഡാഡിക്ക് വേണ്ടിയിട്ടൊരു മൈക്ക് വേണമെന്ന് പറയണം. പിന്നെ കുറേ ആൾക്കാർ പറയണില്ലേ നമ്മൾക്ക് എന്താ പറയുക വീഡിയോസിലൊക്കെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ് ചേച്ചിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മൈക്ക് മേടിച്ചു. അപ്പോഴാണ് നമ്മൾ വേറൊരു സന്തോഷ വാർത്ത നമ്മൾ അറിയണത്. നമുക്ക് ഇവർ 2 പേരും കൂടെ ഒരു 2 ഫോൺ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് 2 ഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ 3 പേരും കൂടെ അടിയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ 3 പേര് ഒരുമിച്ചിരുന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആ
കളിയുടെ ഇതിൽ നമുക്ക് തീരുമാനിക്കാം അവിടെ ഒരു അടിയോ ഒരു കടിയോ ഒരു ഇടിയോ നടന്നിരിക്കും. അപ്പോൾ അത് അവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് പോകുന്നു ഇങ്ങനെ ഇരുന്ന് ഇവിടെ കുറേ ഇരുന്ന് ചിണുങ്ങും. പിന്നെ ഇപ്പുറത്ത് തല്ലിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് തല്ലും. നമ്മൾ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവർ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇവരുടെ വേറൊരു മുഖമുണ്ട്, ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഫോൺ യാത്ര ചെയ്യാൻ പോവാണ്. എന്റെ ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ലാസ്റ്റ് ക്ലിപ്പ് എന്റെ വീഡിയോ ലാസ്റ്റ് ക്ലിപ്പ് മെമ്മറീസ് വരുന്നില്ല. മെമ്മറി ഇല്ല, കുറെ നാളായി മെമ്മറി ഒക്കെ തീർന്നിട്ട്. എന്റെ ഫോൺ ഇപ്പൊ 2 വർഷമായി. പക്ഷെ കീത്തുന്റെ ഫോണില് ക്യാമറ ക്വാളിറ്റി ഭയങ്കര കുറവായിരുന്നു. കുറവ് മീൻസ് നമ്മൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെങ്കിലും സ്റ്റാൻഡേർഡ് സാധനം നമുക്ക് തരണ്ടേ ഗൈസ്. അപ്പൊ അത് തരുന്നില്ല എനിക്ക്. എൻ്റെ ഫോണിന് സ്റ്റോറേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും പിന്നെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പം മെയിനായിട്ട് നമുക്ക് വലിയൊരു സെയിൽ നടക്കണോണ്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാനെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. എൻ്റെ മനസ്സിൽ 16 ആയിരുന്നു, പക്ഷെ കിട്ടിയത് അവിടെ കിട്ടിയില്ല. അപ്പൊ അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആവണം. എന്നാലേ കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. മീൻസ് നമ്മൾ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവർ പരദേശി ക്ലാരിറ്റി കുറവാണ്, വോയിസിന് ക്ലാരിറ്റി കുറവ്. അപ്പോൾ ഫോൺ ഞങ്ങൾ കൊടുക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചേട്ടൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫോണൊക്കെ ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫോൺ കൊടുക്കണ്ടേ. അപ്പം എനിക്കും കീത്തുവിനും iPhone 15 ആണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് പിങ്ക് കളറും കീത്തുവിന് ബ്ലാക്ക് കളറും, ഈ 2 ഫോണാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ആയി മേടിച്ച് സാധനം കിട്ടിയപ്പോൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് പുറത്തിറക്കിയപ്പോൾ പിന്നെ ഇങ്ങനെയും കാശിയുടെ മെയിൻ ഒരു സംഭവമാണ് ബാക്കിൽ വന്നിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക എന്നുള്ളത് മെയിൻ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ എല്ലാറ്റങ്ങളെയും മേലൊക്കെ കഴിയിച്ച് നമ്മൾ അകത്തേക്ക് കയറ്റി. ഇതേ നിഖിലേക്ക് 2 ഫോണും സെറ്റാക്കണമല്ലോ. അപ്പോൾ ഇതേ എൻ്റെ പിങ്ക് കളർ ഫോൺ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് കീത്തുൻ്റെ ഫോണാണ്, ബ്ലാക്ക് കളറ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ വീഡിയോ എടുക്കലും പിടിക്കലും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്തതിന് ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല രാവിലെ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യണ വലിയമ്മക്ക് ബൂബുണ്ട് വലിയമ്മക്ക്. വലിയമ്മക്ക് ബൂബു എവിടെ ബൂബുനോ കവിളത്തല്ല വയറ്റത്ത് വയറുമ്മലാണ് അന്നോ. ഇവിടെ വയറെവിടെ വയറുമ്മല ബൂബു. ആ അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ കിട്ടിയമാരെ 2 ഫോൺ മേടിച്ചറിയിക്കുകയാണ്. സോറി ഗൈസ്, കിട്ടിയപ്പോൾ തന്നെ അഞ്ചു ചേച്ചി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കിട്ടിയപ്പോൾ തന്നെ എടുത്ത വീഡിയോ ആണ്. ഞാൻ എനിക്ക് ഇതിൽ ഫസ്റ്റ് എല്ലാതും ഇതിക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കീത്തൂന് കിട്ടിയ ഫോൺ. ഇത് ഞാനൊന്നും സെറ്റാക്കിയിട്ടില്ല. ഇത് എനിക്ക് ചേട്ടൻ വന്നിട്ട് വേണം. ഇതിൽ കിട്ടിയ വശം തന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോയിരിക്കുകയാണ്. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡും പൗച്ചും മേടിക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ പിള്ളേർക്ക് ഇതിങ്ങനെ പറത്തിറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. പറത്തിറിയില്ല, ഫുഡൊക്കെ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ ചിലപ്പോൾ താഴത്തൊക്കെ വീഴും. അപ്പൊ പിന്നെ കഷ്ടകാലം നേരത്തെ എങ്ങാനും പറയാൻ പറ്റില്ല, എങ്ങാനും പൊട്ടിയെ പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും. പിങ്ക് കളറാണ്, പിങ്ക് കളർ, അതായത് ഒരു വൈറ്റിഷോട് കൂടിയിട്ട് ഒരു പിങ്ക് ആണ്, പക്കാ പിങ്ക് അല്ല, ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ ഒരു ആവശ്യം, അതായത് ക്യാമറയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വാങ്ങിച്ചപ്പോ തൊട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഫെയ്ഡ് ഉണ്ടായിരുന്നു, ഒരു ലൈറ്റിന്റെ ഒരു പാച്ച് എപ്പോഴും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ഇപ്പൊ ഓൾറെഡി 2 ഇയർ കഴിഞ്ഞു. പിന്നെ ഇതിന്റെ സൈഡില് ഫോണിന്റെ ഒരു കോർണറിലായിട്ട് ഒരു ബ്ലർ പോലെ ഇങ്ങനെ വരും. അത് ഐഫോണിന് മിക്ക ഫോണിലുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ പുതിയ ഫോൺ മേടിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ ഒരു സാധനം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ സാധനം ചിലപ്പോൾ ഇത് കയറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2 വർഷം കഴിഞ്ഞുകൊണ്ടും എപ്പോഴും അപ്ഡേഷൻ വരാം. അപ്ഡേഷൻ വന്നാൽ എല്ലാവർക്കും അറിയാലോ ഫോണിന്റെ നമ്മുടെ ഡിസ്പ്ലേ അങ്ങോട്ട് പോണ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കേസ് ഞങ്ങൾ 2 പേരുമാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. കൂടുതൽ എടുക്കുന്നത് നമ്മളെ ഫോണിലായിരിക്കും എടുക്കുന്നത്. അപ്പൊ കൂടുതൽ ആവശ്യം നമ്മുടെ ഫോണിലാണ്. അതുകൊണ്ടാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബിഗ് സെയിലും കാര്യങ്ങളും ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട്
ഫോണുകൾ മേടിച്ചത്. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടന്മാർ ഫോർ ഗിവിംഗ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫോർ അസ്. തീർച്ചയായിട്ടും അതെ, അപ്പം നമുക്ക് വളരെ ഉപകാരമുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ പുതിയ ഫോൺ. അയ്യോ എന്റെ ഫോൺ എവിടെ? പക്ഷെ ഗീതുവിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫോണാണ്. അതായത് മുക്കെണ്ണയാണ് അതിൽ പിന്നെ എനിക്ക് അതിന്റെ കളറും പിന്നെ അതിന്റെ 3 ക്യാമറയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിടിക്കാനായിട്ട്. ഇതെനിക്ക് ഓക്കെയാണ്, പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇതിങ്ങനെ തേട്ടി വന്നോണ്ടേയിരിക്കും. ഇത് ഓക്കെയാണ്. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ചേച്ചിക്ക് ഓക്കെയാണ്, ചേച്ചി എന്ത് കിട്ടിയാലും ഓക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ എനിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് ക്യാമറ. സോറി ക്യാമറ എനിക്ക് കുറച്ച് ക്ലാരിറ്റി വേണം. എൻ്റെ 13 ആയിരുന്നു, ഇതിന്റെ 30 പ്രോ പ്രോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ക്യാം ഭയങ്കര ബോറായിരുന്നു എനിക്ക്. അപ്പം എനിക്ക് ആകെ ആവശ്യം എനിക്ക് ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി മസ്റ്റ്, എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാണ്ട് പക്ഷെ എനിക്കിപ്പോൾ പുതിയ മേടിച്ച് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 10 അത്രേ ഉള്ളൂ, അത്ര ലൈറ്റ് വെയിറ്റ്. പക്ഷെ നമ്മൾ ആദ്യം വാങ്ങിച്ചതിനേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ്. ആദ്യം നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിരുന്നു. പക്ഷെ അവർക്ക് ഇഷ്ടം കുറച്ചുകൂടെ പ്രയാസത്തിനോടാണ്. അതെ, അല്ലെങ്കിൽ ലിഖിച്ചേണ്ട ഫോണിനോടാണ്. ഞാനും കവറൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കവർ മാറ്റും. ചേച്ചിയാണെങ്കിൽ 2 വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് നിന്നിട്ട് കവർ മാറ്റിയിട്ടുള്ളത്. അത് എങ്ങനെ തേജ് മാറ്റി പോയിട്ട് ഇടയിൽ പച്ച ചേച്ചി കവർ മാറ്റില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതോ ഈ കൊണ്ടുവന്ന കവറിന് 100 കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫോൺ അറിയിരിക്കില്ലേ, കാരണം ഇത് പെട്ടെന്ന് ആകർഷണീയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്താ പറയാ, എന്തിനത് പ്രഹസന. പക്ഷെ പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 ചേട്ടന്മാരുടെ കയ്യിലും നമ്മുടെ ഐഫോണിൻ്റെ 15 Pro Max ആണ് 2 പേരുടെ കയ്യിലുള്ളത്. അപ്പൊ ഞങ്ങൾ ആദ്യം കീത്തു മേ ബി നീ ആ ഫോണാണ് എടുക്കുന്നത്? ഇല്ലടാ, അതെന്തായാലും യൂസ് ചെയ്തോട്ടെ. മീൻസ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഇത്രയും ചേട്ടനായാലും നിഖിലേട്ടനായാലും അവര് വീഡിയോസ് എടുക്കല് കുറവാണ്. നമ്മളാണ് 24 മണിക്കൂർ നമ്മുടെ ഫോണാണ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചത് ഈ ഫോൺ കൊടുത്തിട്ട് ചേട്ടന്റെ ഫോൺ മേടിക്കാന്ന് വിചാരിച്ചു. ചേട്ടന്റെ അവരുടെ ഫോണിന്റെ പ്രശ്നം അമ്മിക്കോടയുടെ അത്രയും വെയിറ്റും കാര്യങ്ങളും ഉണ്ട്, ഹാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോണുകൾ നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമ്മളൊക്കെ സ്പേസ് ഇല്ലെങ്കിൽ ഫുൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലുള്ള എഡിറ്റ് ഒക്കെ ചെയ്യലാണ് പതിവ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കുറച്ച് MB കൂടുതലുള്ള ഒരു സാധനം. അതായത് ഇതേപോലെ തന്നെയായിരുന്നു ആദ്യം ഈ ഫോൺ കിട്ടിയപ്പോഴും. പിന്നെ സെയിം തന്നെയാണ് 256. എന്റേത് അങ്ങനെ ആയിരുന്നില്ല, എന്റേത് 120 സംതിങ് അങ്ങനത്തെ ആയിരുന്നു. അതായിരുന്നു എന്റേത്. ഭയങ്കര സ്പേസ് സ്റ്റോറേജ് ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട്. എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇൻഷോട്ടിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് കളയണം, ഇൻസ്റ്റാഗ്രാം കളയണം, എല്ലാ ആപ്പും കളയണം, എല്ലാ വീഡിയോസും കളയണം. വീഡിയോ നമ്മൾ സേവ് ആക്കിയിട്ട് വീണ്ടും ഞാൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതായിരുന്നു പ്രശ്നം. അപ്പൊ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ പിന്നെ ചേട്ടനാണെങ്കിൽ നിതീഷ് ചേട്ടനാണെങ്കിൽ പറഞ്ഞാൽ നിതീഷ് ചേട്ടന് വലിയ ഇതില്ല. പക്ഷെ നിതീഷ് ചേട്ടൻ യൂസ് ചെയ്ത് ഏട്ടന സാധനം സെറ്റായി. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനം എടുക്കണമെങ്കിൽ അവരെ ഫോൺ എടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്രത്യേകം നന്ദി. ഇത് വിവരം അറിയിച്ച നിഖിൽ ചേട്ടനോട് രേഖപ്പെടുത്തുന്നു. നിഖിൽ ചേട്ടനാണ് ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചിക്കിച്ച കഴിഞ്ഞ് എത്തിക്കുക. ബിഗ് ബസാർ ഓഫർ ആയിരത്തി ഓഫറും ഫ്ലിപ്കാർട്ടിലൊക്കെ ആ ഓഫറിലൊക്കെ. പിന്നെ നമ്മള് മൈക്ക് മേടിച്ചു. മൈക്ക് എനിക്കൊന്നു കൊറേ നാളായിട്ട് പറയുന്നുണ്ട് നമ്മള്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയോടാ, ഏട്ടനിടയ്ക്ക് നമ്മുടെ മിസ്റ്റർ ഡാഡിലായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പ്ലാനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഫസ്റ്റ് വേണ്ടത് മൈക്കാണ്. എനിക്ക് ഫസ്റ്റ് വേണ്ടത് മൈക്കാണ്. അപ്പൊ മൈക്ക് മേടിക്കണം കുറേ നാളെ വിചാരിക്കണം. മൈക്കും നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ മൈക്കും നമ്മൾ മേടിച്ചു. ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ച് അങ്ങനെ. അപ്പൊ എന്താണ്, അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നില്ല, രാത്രി പരിപാടിക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കണം, കാര്യങ്ങളും അങ്ങനെ അല്ലറ ചില്ലറ പാത്രം കേൾക്കണം. ഈ വീട്ടില് പാത്രം കേടാതെ അതൊരു പാത്രമൊക്കെ ഉണ്ടാക്കി ഇതിനപ്പൊ വാഷ് ബേസിന്റെ അവിടെ ഒട്ടിച്ച് വെച്ചാലോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് എന്തെങ്കിലും കിടക്കട്ടെ. അപ്പോൾ അത് എല്ലാവരും മേലൊക്കെ കഴിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആറൂസിനും കഞ്ഞി കൊടുത്ത് ഇങ്ങനെ കെടുപ്പിലാണ് ആൾ. എല്ലാവർക്കും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വലിയൊരു കടി കഴിഞ്ഞു. കടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ അയിനു കാശീനെ ഇങ്ങനെ കടിച്ച് ഊറ്റിയെടുത്തു. അതൊരു വലിയ കരച്ചിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫുഡ് കൊടുത്ത് കെടുക്കണം ഗൈസ്. രാവിലെ എണീക്കുന്നതും വൈകുന്നേരം ആവണമെന്ന് ഞങ്ങൾ അറിയാറില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് ഒരു എന്താ പറയുക, ഇതിൽ കുറേ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. വാശിയുള്ള ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ ഇഷ്ടമായോ ഞങ്ങളുടെ ഒരു ഡൈമ ലൈഫ്? ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.